പല റിലേഷൻഷിപ്പ് അഡ്വൈസസും ഉണ്ടാവാറുണ്ട്. എന്നാൽ ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ശരിയേക്കാട്ടിലും കൂടുതൽ തെറ്റായിരിക്കും. റീസെൻ്റ്ലി ഞാൻ കേട്ടു വന്നതാണ്, ഒരു റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ് പേഴ്സണൽ ഫ്രീഡം ഉണ്ടാകണം എന്നുള്ളത്. ഞാനായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്ത് പോകുന്നുള്ളൂ. ഇപ്പം ഇപ്പോഴത്തെ മോഡേൺ ഡേ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള കാരണം അതാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫ്രീഡം കംപ്ലീറ്റ്ലി കിട്ടുന്നില്ല. എൻ്റെ പാർട്ട്ണർ എന്നെ ഇന്നേവേ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കാത്തത് ബിക്കോസ് എൻ്റെ പാർട്ട്ണറിൻ്റെ കൺട്രോൾ കൊണ്ടാണ് എന്ന് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അപ്പം 100% നമുക്ക് ഒരിക്കലും റിലേഷൻഷിപ്പ് നമ്മളായിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല. അതിനകത്തൊരു 20% കോംപ്രമൈസ് ഉണ്ട്. നമ്മൾ പാർട്ട്ണറിനെ അടുത്ത് കോംപ്രമൈസ് ചെയ്യണം. നമ്മൾ കുറച്ചൊക്കെ നമുക്ക് അവരെ ഫോർഗീവ് ചെയ്തല്ലേ സാധിക്കത്തുള്ളൂ, കുറച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തല്ലേ സാധിക്കത്തുള്ളൂ. അപ്പം 100% ഇതൊന്നുമില്ലാതെ ഞാൻ ആ റിലേഷൻഷിപ്പിന് മുമ്പ് ഞാൻ ആരായിരുന്നോ അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കും എന്നൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. അതിന് ദാറ്റ്സ് എ വെരി ഫോൾട്ടി പീസ് ഓഫ് അഡ്വൈസ്. ആൻഡ് ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനെപ്പോഴും പറയും, ദെയർ ഹാസ് ടു ബി സം ഫോം ഓഫ് കോംപ്രമൈസ്. ആ കോംപ്രമൈസ് രണ്ടുപേരുടെ സൈഡിൽ നിന്നുണ്ടാവണം. അതാണ് ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അതർവൈസ് ഇറ്റ് വിൽ നോട്ട് വർക്ക്.